നമസ്കാരം. സൂമിംഗ് ലെൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നിലമ്പൂരിൽ തന്നെ ഉള്ള കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുള്ള ഗ്രേറ്റ് ഹോൺബിൽ. ഇത് ഈ റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് നമ്മൾ കാണേണ്ട ഒരു പ്രദേശമാണ്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിട്ടുള്ള പല പല ഷേപ്പുകളിലായിട്ടുള്ള പാറകൾ, അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള വെള്ളം, ഇതെല്ലാം ഒഴുകി വന്നിട്ട് ഇങ്ങോട്ട് വരുന്ന അത്രയും ക്ലിയർ വാട്ടറാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം, നമുക്ക് കാണാം ഈ എപ്പിസോഡിലൂടെ. ശരിക്കും ഒരു കാട്ടുവഴി പോലെ തന്നെ അല്ലേ? കാട്ടുവഴി തന്നെ. വെള്ളം വീണ ശബ്ദം, നമ്മൾ അടുത്തേക്ക് എത്തുന്തോറും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതല്ലേ നമ്മുടെ മേലേന്ന് കണ്ടതിന്റെ എവിടുന്ന് നമ്മൾ കണ്ടത്? ശരിക്കും നമ്മളിപ്പോ ആ റൂംസിന്റെ അവിടെ നിന്ന് പോയിട്ടില്ല, അത് വേറെ ഭാഗമാണ് അല്ലേ? ഇത് വേറെ ഏരിയ. ഓ, ബഫർ സോൺ വേറെയാണ്. അത് സൈലന്റ് വാലിയുടെ ബഫർ സോൺ ആണ്. പിന്നെ എക്കോ സോൺ എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. അതാണ് ഇപ്പൊ ഇതായിട്ട് എക്കോ സോണിന്റെ ഇതെന്ന് പറഞ്ഞാൽ 100 മീറ്റർ തൊട്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 100 മീറ്റർ തൊട്ട് 11 കിലോമീറ്റർ വരെയും നമുക്ക് വരെയും, അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ. അല്ല, ഇപ്പൊ നമ്മുടെ വയനാട്ടിലൊക്കെ ഉണ്ടല്ലോ, വയനാട് മൈസൂർ വനത്തിന്റെ ആ ഏരിയ, അവിടെയൊക്കെ എത്ര വരുന്ന അറിയില്ലല്ലേ? അത് ഓരോ ഏരിയ വൈസ് സബ്ജക്റ്റീവ് ആണ്. ഇപ്പൊ എറണാകുളം ഹൈക്കോർട്ട്. താങ്ക് യു. ഇവിടെ പോകുമ്പോ 4 കാലിൽ നടക്കുക. ഇവിടെ കുളിക്കാറുണ്ടോ? ഇവിടെ ഇതൊരു ഫാമിലി പൂളായിട്ട് ചെയ്യുന്നത്. ഇവിടെ പീക്ക് സമ്മറില് റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ട് പഞ്ചായത്ത്. അപ്പൊ ആ സമയത്ത് നമ്മളും അങ്ങനെ ആൾക്കാർ എടുക്കാറില്ല. ആകാനായിട്ട് നൂറ്റാണ്ടുകളോളം വെള്ളം ഒഴുകിയാണ് ഈ ഷേപ്പ് വന്നത്. ഈ കല്ലുകൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ആ വെള്ളത്തിന്റെ തണുപ്പ് അത് ഈ പാറയുള്ള കിണറ്റില് കണ്ടിട്ടില്ലേ? നല്ല തണുപ്പാണല്ലോ വെള്ളം, പാറ. അത് ഈ സ്പോട്ടില് 3 എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് കിട്ടും. 3 അല്ല 4 എക്സ്പീരിയൻസ് കിട്ടും. വെറുതെ കാലം അവിടെ കൊണ്ടുവന്ന് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഫിഷ് പാ കിട്ടും, മീനുകൾ വന്ന് കൊത്തും. പിന്നെ അണ്ടർ വാട്ടർ സ്നോക്ലിംഗ് ചെയ്യും നമ്മള്. ശരിക്കും അതിന്റെ വീഡിയോ ഞാൻ വേറെ കാണിച്ചു തരാം. അണ്ടർ വാട്ടർ സ്നോക്ലിംഗ്, കൊമളയും അല്ലെങ്കിൽ അണ്ടർ വാട്ടർ എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വാട്ടർ മസാജ്, വാട്ടർ മസാജ് പ്രകൃതി ചികിത്സയുടെ അവിടെ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഈ വെള്ളത്തിന്റെ. അപ്പൊ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? അതെ. ഈ സോറിയാസിസിനൊക്കെ വളരെ ക്യൂർ ഇങ്ങനത്തെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. എന്നുവെച്ചത് മിനറൽ വാട്ടറാണ്. കുറെ ഔഷധങ്ങളും ചെടികളും ഈ മരങ്ങളുടെ ഇടയിൽ കൂടി വരുന്ന വെള്ളമാണ്. അതാണ് അതിന് ആ ഒരു ടേസ്റ്റ്. സൗത്ത് കൊറിയ ഒരു ബീച്ചുണ്ട്, അവിടെ ഇങ്ങനത്തെ കല്ലുകൾ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം കല്ലുകൾ കൊണ്ടുപോയി ഫുൾ എക്കോസിസ്റ്റം മാറി. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഈ കല്ലുകളെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ ഈ എന്താ പറയാ, മലവെള്ളം മലയിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള വെള്ളത്തിന്റെ കൂടെ ഒഴുകി വന്നിട്ട് പല പല ആകൃതികളായിട്ടുള്ള കല്ലുകളാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്ലുകളുടെ ആകൃതി നോക്കി ആസ്വദിക്കണോ, അതോ ഈ കണ്ണീര് പോലുള്ള വെള്ളം കണ്ടിട്ട് അത് നോക്കണോ? നമുക്ക് എന്താണ് നമുക്ക് നോക്കേണ്ടതെന്ന് അറിയില്ല. നമുക്ക് കണ്ണ് നിറയെ കാണാൻ മാത്രമുള്ള കാഴ്ചകളാണ് ഈ ഒരു ഇത്തിരി പോകുന്ന ഒരു സ്ഥലത്തുള്ളത്. വളരെ കുറച്ചൊരു ഏരിയയാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. ഇതിന് ഒരുപാട് ഏരിയകളുണ്ട്, നമ്മളൊരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പൊ ഇതിവിടെ കാണുന്നത്. ഇത്രയും ശരിക്കും ഒരു വന്യത എന്ന് പറഞ്ഞാല് അത്രയും കാടിന്റെ ഒരു ഉൾക്കാടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു ഫീലാണ് ഇവിടെ. ഇത്രയും വലിയ വലിയ പാറകളൊക്കെ വെള്ളത്തിന്റെ കൂടെ ഒഴുകി വന്ന് ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെയുള്ള കല്ലുകളൊക്കെ നമുക്ക് കണ്ടാല് ഓരോ ആകൃതിയിലെ കല്ലുകൾ കാണുമ്പോൾ നമുക്ക് പെറുക്കി കൊണ്ടുപോകണം തോന്നും. പക്ഷെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ കല്ല് കൊണ്ടുപോയിട്ട് നമ്മൾ ഷോക്കേസിൽ വെക്കും, അല്ലെങ്കിൽ പേപ്പർ വെയിറ്റ് ആയിട്ട് വെക്കും. നമുക്കത് ഒരു അനാവശ്യമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രകൃതിക്ക് ഈ കല്ല് ആവശ്യമാണ് എന്നുള്ളതാണ് അവർ പറയണത്. അതുകൊണ്ട് നമ്മളെ ഇവിടുന്ന് കല്ല് പെറുക്കി കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല.
അത്രയും ഒരു ശ്രദ്ധയോടെയാണ് അവരിതിനെ പരീക്ഷിക്കുന്നത്. കണ്ടോ, ശരിക്കും ഒരു കോഴിമുട്ട പോലെ അത്രയും മിനുസമായിട്ടുള്ള ഓരോ കല്ലുകൾ. അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇവിടെ കാണുന്നില്ല. നമ്മൾ എവിടെ പോയാലും കാണാറുണ്ട് പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങൾ, കവറ്, കുപ്പി. അപ്പൊ അങ്ങനത്തെ ഒന്നും ഇവിടെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഏരിയ ആയിട്ടാണ്. നിങ്ങളിപ്പോ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിന്റെ അടിയിൽ കാണുന്ന ഒരു എന്താ പറയാ കല്ലുകൾ മാത്രമല്ല, അതിനകത്ത് കാണുന്ന മണൽത്തരി പോലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന തരത്തിൽ അത്രയും ക്ലിയർ ആണ് ഈ വെള്ളം. ഈ ക്ലിയർ വാട്ടർ നമുക്ക് കുടിക്കാൻ പോലും പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വെറുതെ പറയുന്നതല്ല. നല്ല തണുപ്പുള്ള വെള്ളമാണ്. കണ്ടോ, ഒരുപാട് ഔഷധ സസ്യങ്ങളെയൊക്കെ കഴുകി തലോടി ഇങ്ങോട്ട് വരുന്ന വെള്ളമാണ്. അപ്പൊ ഇത് നമുക്ക് സത്യമായിട്ട് നമുക്കൊരു ഔഷധം സേവിക്കുന്ന അതേ ഒരു ഫലം ചെയ്യും ഈ വെള്ളം കുടിച്ചാൽ. കാരണം ഇവരിവിടെ വരുന്ന ആളുകളെ ഇവിടെ സോപ്പ് ഉപയോഗിക്കാനോ അങ്ങനത്തെ ഒന്നും സമ്മതിക്കാറില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മുങ്ങി പോവാം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ വെള്ളം കാണുമ്പോൾ അത്ര ആഴം തോന്നില്ലെങ്കിലും അത് 6 അടിയിലധികം വെള്ളം ഉണ്ടെന്നാണ് പറയണത്. നമ്മളില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനത്തെ സ്ഥലത്തായിരിക്കുമല്ലോ സന്യാസിമാരൊക്കെ വന്ന് തപസ്സൊക്കെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ഇവിടുത്തെ ബാഹുബലി പോയിന്റാണിത്. ഇത്രയും വലിയ പാറ താങ്ങി നിൽക്കുകയാണ്. കണ്ടല്ലോ, ശരിക്കും ഒരു ഗുഹാമനുഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ സർ? ഇവിടെയൊക്കെ LED ഇട്ട് കഴിഞ്ഞാലേ പച്ച കളറിലുള്ള LED ഇട്ട രാത്രി നല്ല സംഭവം. ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ശരിക്കും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് ഇവിടുന്ന് നേരെ നോക്കി ആ മലകൾ കണ്ട അത് ഇവിടുത്തെ കൊടുമുടിയുണ്ട്, അത് കാണാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബേസിക്കലി ഇവിടെ നമ്മൾ ഫങ്ഷൻസ് ആയിട്ട് യോഗ, മെഡിറ്റേഷൻസ് അങ്ങനത്തെ, പിന്നെ മീറ്റിംഗ്സ്, കല്യാണങ്ങള്, നിക്കാഹുകള്, ബർത്ത്ഡേ കേട്ടിട്ടുണ്ടോ? അവരുടെ 2 പാട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിൽ നിന്നുള്ള സൂമിംഗ് ലെൻസിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.